ഞാനേ ഒരു മീറ്റിംഗ് ഉണ്ടായി പാർട്ടിയുടെ. സമ്മേളനമൊക്കെ അടുത്ത് തന്നെയല്ലേ, അപ്പോൾ ഫണ്ട് വരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത്തിരി ലേറ്റായി പോയി. ഇല്ലില്ല, ഞാൻ വീട്ടിലേക്ക് വരെയാണ്. ആ അത് നാളെ നമുക്ക് കൈകാര്യം ചെയ്യാം. ഓക്കെ ഓക്കെ. കുഴപ്പമില്ലെന്നേ. കൃഷ്ണൻകുട്ടിയെ ഭൂമിക്ക് വേദനയ്ക്കും ഇങ്ങനെ അടിച്ചു വാരിയ ഒന്ന് ആണെങ്കിൽ ചെയ്യണം. ഭാഷ ഇതെന്താ എഴുതി വെച്ചു? എന്താ അത്? പരാജിതനെ മർദ്ദിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. എന്റെ കൃഷ്ണൻകുട്ടിയെ നേരെ ചൊവ്വ വായിക്കണോ? വ്യാജജാതനെ മർദ്ദിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. ആ വള്ളിയും പുള്ളിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ കണ്ണട എടുത്തിട്ടില്ല. അപ്പൊ താൻ കണ്ണട ഇല്ലാണ്ടുള്ള ആൾക്കാരെ മുടി വെട്ടണ അപ്പൊ ചെവിയൊക്കെ വെട്ടി കളയോ? ഇല്ല ഇല്ല. ആ ശരി, നടക്കട്ടെ നടക്കട്ടെ. എവിടെയായിരുന്നോ ഇത്ര നേരത്തൊരവസ്ഥയിലേക്കാണ് നാടിന്റെ പോക്കെ. ശീതള, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ രാഷ്ട്രീയ അക്രമവും രാഷ്ട്രീയ കൊലപാതക ശ്രമവും ഒക്കെ നമ്മളെ കുഞ്ഞുനാളിൽ കേട്ടിട്ടല്ലേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെത്തിയില്ലേ? അതെ എത്തി. അല്ലാതെ മോൻ ചെറുക്കന് കുഴപ്പം വല്ലതും ഉണ്ടോ? സത്യനോ? ഇല്ല. അവനാരാകുമ്പോ അവനിങ്ങനെ താളം നോക്കി ചവിട്ടി കളിക്കണ ഒരാളാ. അവന് കുഴപ്പമൊന്നുമില്ല. അത് ഇവരൊക്കെ ഒരേ പാർട്ടിക്കാർ തന്നെയാണ്. പക്ഷെ ഇവന്റെ ഈ പ്യാരിജാതന്റെ വായ ശരിയല്ല. അല്ല, അവന് പല്ലിന് കുഴപ്പമുണ്ടോ? കണ്ണിന് കുഴപ്പമുണ്ടായിട്ടല്ല, അവന്റെ വായിൽ നാക്ക് ശരിയല്ല. അവൻ കണ്ണി കണ്ടൊക്കെ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് മറ്റേ പാർട്ടിക്കാരെ കണ്ട് ചോടിപ്പിക്കും. അപ്പൊ അവര് വന്ന് 2 എണ്ണം കൊടുക്കും. അപ്പൊ അതാണ് ഇപ്പൊ ഇത്. അതല്ലേ? ശരിക്കും കിട്ടിയെന്നാണല്ലോ പറയണേ. കിട്ടിയുണ്ടാവും. അല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. താന് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട്, അതായത് പോസ്റ്റ് മാസ്റ്ററായിട്ട് പെൻഷനായ ആളാ. തന്റെ മോൻ ചെറുക്കൻ ഈ സത്യനുണ്ടല്ലോ, അവൻ ഈ രാഷ്ട്രീയം കളിച്ച് നടക്കാതെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് ശ്രമിക്കണ്ടേ? പഠിച്ചിരുന്ന സമയത്ത് നല്ല അസലായിട്ട് പഠിക്കുമായിരുന്നു. ഞാനവനെ പഠിപ്പിച്ചിട്ടുള്ളതാ. നല്ല മാർക്ക് കിട്ടിയിട്ടില്ല അവന്. നിങ്ങൾ ഡ്രോയിങ് മാഷല്ലേ, പിന്നെ എങ്ങനെ അവനെ പഠിപ്പിക്കണം? അതെ, ഡ്രോയിങ് ആണെങ്കിലും ബാക്കി വിഷയങ്ങളുടെ മാർക്ക് എനിക്ക് അറിയാലോ. അപ്പൊ അവന് ഇങ്ങനെ കളിച്ച് കിടക്കാതെ ജോലിക്ക് ശ്രമിച്ചൂടെ? തനിക്കൊന്ന് പറഞ്ഞൂടെ? അതിപ്പോ താനൊക്കെ ഡ്രോയിങ് പഠിപ്പിച്ച് അവൻ ആദ്യം പഠിച്ചത് ചുമരെഴുത്ത. അങ്ങനെയാണ് ഈ പാർട്ടിക്കാരായിട്ടുള്ള ബന്ധം. ഇനിയിപ്പോ ഇവൻ പറയണത് എന്താണെങ്കിൽ, അച്ഛനിപ്പോ അവസാനം പെൻഷൻ പറ്റുന്ന സമയത്ത് എത്ര ഉണ്ടായി ശമ്പളം? ഇത് ഈ രാഷ്ട്രീയത്തിലാണെങ്കിൽ കുറച്ച് നാള് പണിയില്ലാന്നുണ്ടെങ്കിലും ഇതിൽ കിട്ടിയ കിടിപ്പത് കിട്ടിയതാ. അവന് വരുമാനമുണ്ട്. അല്ലാതെ പിന്നെ വെറുതെ പറയോ? മറിമായം.